നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ണൂരേക്കുള്ള യാത്രയിൽ ഒരു നാടിന് ഉപകാരപ്രദമായ ഒരു സേവന പ്രവർത്തനം കണ്ടു. അവരാ ചെയ്യുന്ന സേവന പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതിയാത്ത. അതിപ്പോൾ നല്ല കാര്യം ആര് ചെയ്താലും നല്ലത് എന്ന് പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യണം. നമുക്ക് കൂലിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു വന്നത്, മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ കൂടാളി പഞ്ചായത്തിൽ ആയിപ്പുഴ എന്ന് പറയുന്ന സ്ഥലം മുതൽ കൊളപ്പ വരെയുള്ള റോഡരികിലെ മുഴുവൻ കാടുകളും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഇദ്ദേഹമൊക്കെ പഞ്ചായത്ത് മെമ്പറാകാൻ കാരണം ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കണം. കാരണം അദ്ദേഹം പിടിച്ചെടുത്തത് ആ വാർഡ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറി എന്തോ പറഞ്ഞു, എന്തായാലും ബ്ലോക്ക് ഭാരവാഹിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാട് വയക്കുകയാണ്. റോഡ് സൈഡിലുള്ള മുഴുവൻ കാടുകൾ വിഷം വെച്ചിട്ട് വയക്കുകയാണ്. അത് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര അപകട മേഖലയാണത്. അപ്പോൾ നന്മ പ്രവൃത്തി ആര് ചെയ്താലും, അത് യൂത്ത് കോൺഗ്രസ് ആണോ, DYFI ആണോ, യുവമോർച്ചയാണോ, യൂത്ത് ലീഗ് ആണോന്നില്ല, അത് പൊതുസമൂഹം കാണേണ്ടതാണ്. അവരെ മാതൃകയാക്കാനാണ്, അവരെ അഭിനന്ദിക്കാനല്ലാണ്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവരെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചായ എന്നൊക്കെ വാങ്ങി കൊടുക്കണ്ട. അപ്പോൾ അവരുടെ ആ നന്മ പ്രവൃത്തി നമുക്ക് കാണാം. അത് ഞാൻ കാണിച്ചു തരാം. കാരണം മെഷീനെടുത്ത് ഭയക്കുക എന്ന് പറയുമ്പോൾ അതിന് ചിലവുണ്ട്, അത് അറിയുന്നവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആര് നന്മ ചെയ്താലും അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. നാടിന് നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് വിഷ്വൽ കാണാം. അപ്പോൾ ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ റോഡ് സൈഡിലുള്ള കാടുകളെല്ലാം വെട്ടി വൃത്തിയാക്കിയാണ്. മിഷൻ വെച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് സെക്രട്ടറി എന്തോ മറന്നുപോയി. അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ പ്രവർത്തകരാണ്. ഇവർ മാത്രമല്ല, ഇങ്ങോട്ട് അങ്ങോളം ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ വഴിയിൽ എപ്പോഴും കാട് കയറി, ഒന്ന് മാലിന്യങ്ങൾ തള്ളാറുണ്ട്, രണ്ട് നമുക്ക് വാഹനം കൊണ്ടുവരുമ്പം ഭയങ്കര ഇടങ്ങാറുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനവിടെ ഇറങ്ങി അവരെ അഭിനന്ദിച്ചു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. കാരണം അത് യൂത്ത് കോൺഗ്രസ് ആയാലും ആരായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കണം. കാരണം അത്രയും നാടിന് നന്മയുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. എത്രയോ എന്താ ആളുകൾക്ക് അതിൽ നടന്നു പോകാൻ, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. മുമ്പ് ഇവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായി കൊണ്ട് തള്ളാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഇങ്ങനെ ഒരുപാട് കാടുകൾ ഉള്ളതുകൊണ്ടാണ്. മിഷൻ വെച്ച് വയക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിലവുള്ള ഒരു ഏർപ്പാടാണ്. ഇന്നൊരു മിഷൻ വയക്കുന്ന ആളുകൾക്ക് മണിക്കൂറുകളിന് പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു നന്മ പ്രവൃത്തി. നമ്മൾ അല്പനേരം അവരുമായി വിശേഷങ്ങൾ പങ്കുവെച്ചു, അവരെ നേരിട്ട് കണ്ട്. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുമായി സംസാരിച്ചു. ഇവരുടെ ആ ഒരു വ്യക്തമായ പ്രവർത്തനം എന്നാണ് അവിടെ കുളപ്പേര് പാർട്ടിയുടെ അവരുടെ കുത്തകയായി വെച്ച വാർഡ് അടക്കം മറഞ്ഞ് ഇദ്ദേഹം അവിടെ വാർഡ് മെമ്പറായത്. ഇങ്ങനെ ഈ വഴിയെല്ലാം വൃത്തിയാക്കിയിട്ടുള്ളത് നല്ല വൃത്തിയായി കാട് മാറിയാൽ തന്നെ ഇതിലെ കൂടി യാത്ര ചെയ്യാം. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതും ഓരോ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനെന്തെങ്കിലും യൂത്ത് കോൺഗ്രസ്